ഫ്രാൻസിസ് മാർപ്പാപ്പ എൻ്റെ കാഴ്ചപ്പാടിൽ ലോകം കണ്ട ഏറ്റവും വിപ്ലവകാരിയായ മാർപ്പാപ്പായിരുന്നു. ലോകത്തിൽ സമാധാനം വേണം, എല്ലാവർക്കും ജീവിക്കാൻ, മാന്യമായി ജീവിക്കാൻ അവകാശമുണ്ട്, ഈ ഭൂമിയിലെ സ്വത്ത് എല്ലാവരുടെയും കൂടിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അതനുസരിച്ച് പ്രവർത്തിച്ച ആളും ആണ്. ലോകത്തിൽ വലിയ അധികാരിയാണോ എന്നൊന്നും നോക്കാതെ ഏത് കാര്യത്തിലും മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നു. പിന്നെ വളരെ എളിമയുള്ള ഒരു മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹം കർദിനാളായിരിക്കുമ്പോൾ പോലും സൈക്കിളിൽ ചവിട്ടി അവിടുത്തെ ചേരികളിലൊക്കെ പോയി, അർജന്റീനയിലെ ചേരികളിലൊക്കെ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. വത്തിക്കാനിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അവിടെ സ്ത്രീകൾക്ക് അവിടുത്തെ ഭരണത്തിൽ നല്ല പ്രാധാന്യം കൊടുത്തു. എനിക്കൊന്ന് കുറച്ച് നാളോട് ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ വത്തിക്കാൻ തീർച്ചയായിട്ടും കത്തോലിക്ക സഭയിൽ സ്ത്രീകളെ അച്ഛന്മാരാക്കി, ബിഷപ്പുമാരുമാക്കി, കർദിനാൾമാരൊക്കെ ആക്കി ഉള്ള ആ ഒരു വിപ്ലവം കൂടെ അദ്ദേഹം നടത്തുമായിരുന്നു. പിന്നെ നമ്മുടെ കുട്ടികളെ പീഡിപ്പിക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും അവർക്ക് അതിനനുസരിച്ചുള്ള വിചാരണ നടത്തണം, ക്രിമിനൽ കുറ്റമെടുക്കണം, അവരെ വെറുതെ വിടരുത് എന്നൊക്കെ അദ്ദേഹം വളരെ കർക്കശമായിട്ട് പറയുകയും അതൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളാണ്. അപ്പം എങ്ങനെ നോക്കിയാലും നല്ലൊരു മനുഷ്യൻ, വിപ്ലവകാരിയായ ഒരു മനുഷ്യൻ, ആ കാര്യങ്ങൾ വെറുതെ പറയുക മാത്രമല്ല നടത്താൻ ശ്രമിക്കുകയും ഒക്കെ നടത്തിയ മനുഷ്യൻ. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. അപ്പോൾ മാർപ്പാപ്പയുടെ വിരാമത്തിൽ നമുക്ക് വലിയ ദുഃഖമുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, എനിക്കൊന്ന് ലോകത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന, ഈ ഭൂമി എല്ലാ മനുഷ്യരുടെയും ആണെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും വലിയ ദുഃഖമുണ്ട്. ആ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോപ്പിനെ പോയി കണ്ടായിരുന്നു. വളരെ വളരെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. പോപ്പ് ഇന്ത്യയിലേക്ക് വരണമെന്ന് അദ്ദേഹം ക്ഷണിക്കുകയും പോപ്പ് വരാമെന്ന് സമ്മതിക്കുകയും ഒക്കെ ചെയ്താണ്. അത് കഴിഞ്ഞാണ് അദ്ദേഹത്തിന് അസുഖം ഉണ്ടാവുകയും ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുകയും ചെയ്തത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പോപ്പിന് ഇന്ത്യയിലേക്ക് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് വന്നതിന് തീർച്ചയായിട്ടും, പക്ഷേ അത് നടന്നില്ല. അതായത് നമുക്ക് വളരെ ദുഃഖത്തിനുള്ളൊരു കാര്യമാണ്. കാരണം വന്നിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു, ഭാരതത്തിന്, ഇന്ത്യക്ക് നല്ലതായിരുന്നു. പ്രധാനമന്ത്രിക്കും വളരെ ആഗ്രഹമുണ്ടായിരുന്നു, പോപ്പിനും ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പോപ്പിനെ കണ്ട കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഈ ട്രിപ്പിലല്ല കണ്ടത്. അപ്പോൾ വളരെ സ്നേഹമാണ്. നമ്മളെ വന്ന് കൈപിടിക്കുന്നു, സംസാരിക്കുന്നു, വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നു. സാധാരണ നമ്മളൊരു പോപ്പിനെ കാണുന്നത് നമ്മളങ്ങോട്ട് പോയി അവിടെ മുട്ടുകുത്തി നമ്മൾ സംസാരിക്കുക എന്നൊക്കെയല്ലേ നമ്മൾ സാധാരണ കാണുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തുമായിട്ട് വളരെ ഒരു സാധാരണ മനുഷ്യനെപ്പോൾ നമ്മളോട് വന്ന് സംസാരിക്കുകയും ആ സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയോ വലിയൊരു മനുഷ്യനായിരുന്നു ഇദ്ദേഹമെന്ന്. ശ്രമം നടത്തി. കാരണം അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾക്ക് സഭയിൽ കിട്ടേണ്ട സ്ഥലം ലഭിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം സഭയിലേക്ക് സ്ത്രീകളെയൊക്കെ ഭരണത്തിന്റെ ആ സ്ഥാനത്തേക്ക് വറ്റിയാനൊക്കെ ഉണ്ടോ. ഈയിടെ തന്നെ ഒരു റോമിലെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്ത് തന്നെ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. അങ്ങനെ സ്ത്രീകളെ ഭരണത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഒരു ചർച്ച തുടങ്ങിയായിരുന്നു, സ്ത്രീകൾക്കും എന്തുകൊണ്ട് അച്ഛന്മാരായിക്കൂടാ, ബിഷപ്പുമാരായിക്കൂടാ ചർച്ച തുടങ്ങിയിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളായിരുന്നു. കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ വിപ്ലവകരമായ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചേനെ.